In this class, we are going to study about another form of market structure which is called oligopoly market situation. So, oligopoly market means it is a form of imperfect competitive market. So, imperfect competition is the basis of this oligopoly type of market situation. So, oligopoly means existence of few firms or sellers in a market. സോ ഒലിഗോപ്പൊളി എന്ന് പറയുമ്പോൾ നമ്മൾ മോണോപ്പൊളി പഠിച്ചു. എന്താണ്? ഒരു സിംഗിൾ സെല്ലറാണ് നമ്മൾ മോണോപ്പൊളി എന്ന ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിൽ പഠിച്ചത്. ഒലിഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂ അല്ലെങ്കിൽ സം. സോ ദർ ആർ സം സെല്ലേഴ്സ്, ഒന്നല്ല ഒന്നിൽ കൂടുതൽ സെല്ലേഴ്സ് ഉള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എന്താണ് സെല് ചെയ്യാനായിട്ട് ഒന്നിൽ കൂടുതൽ ദർ ആർ ഫ്യൂ ഫേംസ് ഓഫ് ഓർ ഫ്യൂ സെല്ലേഴ്സ് ഇൻ എ മാർക്കറ്റ്. അങ്ങനെയുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ അതിനെയാണ് നമ്മൾ ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൺ റെഫേർഡ് ആസ് കോമ്പറ്റീഷൻ എമംഗ് ഫ്യൂ. സോ ഫ്യൂ എന്ന് പറയുന്നത് ഫ്യൂ സെല്ലേഴ്സ് ആർ ദെയർ, ഒരു സെല്ലർ അല്ല, മറിച്ച് ഒന്നിൽ കൂടുതൽ ഒരു കുറച്ച് പേര് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടെന്നല്ല, എന്നാൽ ദർ ആർ സം സെല്ലേഴ്സ്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വിൽക്കാൻ ഒറ്റ ഒരു സെല്ലർ മാത്രമല്ല, മറിച്ച് ഒന്നിൽ കൂടുതൽ സെല്ലേഴ്സ് ഉള്ള ഒരു സിറ്റുവേഷൻ, അവിടെ റൈസ് ചെയ്യുന്ന ഒരു കോമ്പറ്റേറ്റീവ് സിറ്റുവേഷനാണ് നമ്മൾ ഒലിഗോപ്പൊളി മാർക്കറ്റിൽ പഠിക്കുന്നത്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒലിഗോപ്പൊളി സിറ്റുവേഷൻസ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഓർ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്. നമുക്ക് ഒലിഗോപ്പൊളി മാർക്കറ്റ് പലതരത്തിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ഒലിഗോപ്പൊളി മാർക്കറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. സോ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ്റെ ബേസിസിൽ നമുക്ക് ഒലിഗോപ്പൊളി മാർക്കറ്റിനെ പ്യുവർ ഒലിഗോപ്പൊളി എന്നും ഡിഫറൻഷിയേറ്റഡ് ഒലിഗോപ്പൊളി എന്നും പറയാം. ഇനി പ്യുവർ ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് പറയാം അതൊരു പ്യുവർ ഒലിഗോപ്പൊളിയാണ്. എന്ന് പറഞ്ഞാൽ 5 ഫേംസ് ആണ് ഉള്ളതെങ്കിൽ 5 ഫേംസും ഒരേ പ്രോഡക്റ്റ് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഈ 5 ഫേമും വിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സെയിം പ്രോഡക്റ്റ് വിൽക്കാൻ 5 ഫേംസ് ഉണ്ട് ആ ഒലിഗോപ്പൊളി മാർക്കറ്റ്. അപ്പോൾ അതിനെ നമ്മൾ പറയും ഇറ്റ് ഈസ് എ ഫോം ഓഫ് പ്യുവർ ഒലിഗോപ്പൊളി. അപ്പോൾ ഡിഫറൻഷിയേറ്റഡ് ഒലിഗോപ്പൊളി എന്ന് പറയുന്നത് ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് തമ്മിൽ എന്താണ് സിമിലാരിറ്റി ഉണ്ട്, പക്ഷേ എങ്കിൽ ഐഡൻറ്റിക്കൽ അല്ല. സോ ദാറ്റ് ഈസ് ക്ലോസ്ലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ്. നമ്മൾ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ കേട്ടതാണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്നുള്ള ഒരു ഫീച്ചർ. ആ ഒരു ഫീച്ചർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഡിഫറൻഷിയേറ്റഡ് ഒലിഗോപ്പൊളി. അതായത് അവിടെ ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആണ്, പക്ഷേ ഐഡൻറ്റിക്കൽ അല്ല. സെയിം പ്രോഡക്റ്റ് അല്ല, പക്ഷേ സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ഡിഫറൻഷിയേറ്റഡ് ഒലിഗോപ്പൊളി. So second type of classification of oligopoly market is based on possibility of entry of firms. So entry and exit possibility can be take as a base for classification. അപ്പോൾ ഓപ്പൺ ഒലിഗോപ്പൊളി ക്ലോസ്ഡ് ഒലിഗോപ്പൊളി എന്ന 2 രീതിയിൽ നമുക്ക് ഈ ഫേംസിൻ്റെ എൻട്രിയുടെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം. സോ ഓപ്പൺ ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആൻഡ് ഈസി എൻട്രി ഓഫ് ന്യൂ ഫേംസ് ഈസ് പോസിബിൾ. അപ്പോൾ ഒരു മാർക്കറ്റിൽ അവിടെ ഒലിഗോപ്പൊളി മാർക്കറ്റാണ്, അവിടെ ഫേംസിന് ഫ്രീ ആയിട്ട് വരാം, എക്സിറ്റ് ചെയ്യാം. ആ ഒരു സിറ്റുവേഷനാണെങ്കിൽ നമ്മൾ പറയും ഓപ്പൺ ഒലിഗോപ്പൊളി. ക്ലോസ്ഡ് ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രീസ് കൺട്രോൾഡ് ബൈ എ ഫ്യൂ ഫേംസ്. അപ്പോൾ അവിടെ ആ ഒരു നമ്മൾ പറഞ്ഞു ഫ്യൂ ഫേംസ് ഉണ്ട് ഒലിഗോപ്പൊളിയിൽ. ഈ ഫ്യൂ ഫേംസ് ആ ഇൻഡസ്ട്രീനെ കൺട്രോൾ ചെയ്യുവാണ്. അപ്പോൾ ഒരു പുതിയൊരു എൻട്രി ഓഫ് ന്യൂ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് അവർ പ്രിവെൻറ്റ് ചെയ്തേക്കുവാണ്. അവർ തമ്മിലൊരു ധാരണയുടെ പുറത്ത് അവരാണ് ആ ഫേം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു ഫേമിന് അങ്ങോട്ട് എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും അതൊരു ക്ലോസ്ഡ് ഒലിഗോപ്പൊളി സിറ്റുവേഷൻ ആണ്. ദെൻ തേർഡ് ഇസ് ബേസ്ഡ് ഓൺ ദി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ്. അത് നമ്മൾ കണ്ടതാണ്, പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഫീച്ചർ. സോ ഒലിഗോപ്പൊളിയിൽ പ്രൈസ് ലീഡർഷിപ്പിൻ്റെ ബേസിസിൽ പാർഷ്യൽ ഒലിഗോപ്പൊളി, ഫുൾ ഒലിഗോപ്പൊളി എന്ന് നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ കൊടുക്കാം. ഇനി പാർഷ്യൽ ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 or few firms are ടേക്കിംഗ് ദി പവർ. അപ്പോൾ ഒരു 5-6 ഫേംസ് ഉണ്ടെങ്കിൽ അതിനകത്ത് 1-2 ഫേം അവിടുത്തെ ലീഡറായിട്ടങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് ബാക്കി ഫേംസ് പറയുന്ന മിച്ചമുള്ള 4-5 ഫേംസ് ഇവരെ ഫോളോ ചെയ്യുവാണ്. അപ്പം 1-2 ഫേംസ് ഒരു ഇച്ചിരി എന്താണ് ഹയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേറ്റ് ക്യാപിറ്റലുള്ള അല്ലെങ്കിൽ വലിയ ലാർജ് ഫേംസ് ആയിരിക്കും. അവരവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബാക്കി ഫേംസ് ക്രൗഡ് ഓഫ് സ്മോൾ ഫേംസ് ആർ
ഫോളോയിങ് ദം. അപ്പോൾ അവിടെ ഒരു ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ലാർജ് ഫേംസ് നിശ്ചയിക്കുന്ന പോലെ ആയിരിക്കും ഏകദേശം മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. ഫുൾ ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള പ്രൈസ് ലീഡർഷിപ്പോ അല്ലെങ്കിൽ ഫോളോവേഴ്സോ ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ തന്നെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ആരെയും ഫോളോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. എല്ലാം ഒരേപോലെയൊക്കെയുള്ള ഒരു ഫേംസ് സിറ്റുവേഷൻ. അങ്ങനെയാകുമ്പോൾ നമ്മൾ പറയും അവിടെ ഫുൾ ഒലിഗോപ്പൊളിയാണ്. പാർഷ്യൽ ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ തരത്തിലുള്ള ഒരു മോണോപ്പൊളി എക്സിസ്റ്റൻസ് ഉണ്ട്. അതായത് വലിയ ഫേംസ്, ഒന്നോ രണ്ടോ വലിയ ഫേംസ് ആ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും പാർഷ്യൽ ഒലിഗോപ്പൊളി. ദെൻ ഫോർത്ത് ഈസ് കൊളൂസീവ് ആൻഡ് നോൺ കൊളൂസീവ് ഒലിഗോപ്പൊളി. ഓക്കെ, കൊളൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ മേ ബി സം സോർട്ട് ഓഫ് എഗ്രിമെൻറ്റ് എമംഗ് സെല്ലേഴ്സ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എഗ്രിമെൻറ്റ് ഈ പറയുന്ന സെല്ലേഴ്സ്, ഫ്യൂ ഫേംസ് ഉണ്ടെന്ന് പറഞ്ഞ് ഫ്യൂ ഫേംസ് തമ്മിൽ എന്തെങ്കിലും എഗ്രിമെൻറ്റ് പോലുള്ള കാര്യങ്ങൾ വെക്കുവാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പറയാം കൊളൂസീവ് ആൻഡ് നോൺ കൊളൂസീവ് ഒലിഗോപ്പൊളി. ഓക്കെ, കൊളൂസീവ് ഒലിഗോപ്പൊളിയിൽ ഫേംസ് ഹാവ് സം അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദംസെൽസ് ആൻഡ് ദേ ഫോളോ എ യൂണിഫോം പോളിസി വിത്ത് റിഗാർഡ് ടു പ്രൈസ്, ഔട്ട്പുട്ട് എക്സെട്ര. അപ്പോൾ ഈ കുറച്ച് ഫേംസ് ഉള്ളവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു എഗ്രിമെൻറ്റും ഒക്കെ വെക്കും. അപ്പോൾ ഒരു ലിമിറ്റിൽ കൂടുതൽ പ്രൈസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഇത്ര ഔട്ട്പുട്ട് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക, ഇത്ര ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം, ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ അവർ തന്നെ എത്തും. അപ്പോൾ എല്ലാവർക്കും അത് ഗുണകരമാണ്. അങ്ങനെയുള്ള ഫേംസ് ഒലിഗോപ്പൊളി നമ്മൾ പറയും കൊളൂസീവ് ഒലിഗോപ്പൊളി. നോൺ കൊളൂസീവ് ഒലിഗോപ്പൊളിയിൽ ഒരു തരത്തിലുള്ള എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോ ഫോർമുലായിട്ടോ സീക്രട്ടായിട്ടോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് നോൺ കൊളൂസീവ് ഒലിഗോപ്പൊളി സിറ്റുവേഷൻ ആണെന്ന്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒലിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷൻ. നൗ വി ഹാവ് ടു ഡിസ്കസ് സർട്ടൺ ഫീച്ചേഴ്സ് ഓഫ് ഒലിഗോപ്പൊളി. ഒലിഗോപ്പൊളി മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില ഫീച്ചേഴ്സ്. ഒന്നാമത് നമ്മൾ പറഞ്ഞു വെരി ഫ്യൂ സെല്ലേഴ്സ്. ഒത്തിരി പേരില്ല, എന്നാൽ കുറച്ച് സെല്ലേഴ്സ് ആയിരിക്കും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനുള്ളത്. നമ്പർ ഓഫ് സെല്ലേഴ്സ് ഇസ് വെരി സ്മോൾ. ഒന്നല്ല, എന്നാൽ ഒരുപാടും ഇല്ല. സ്മോൾ നമ്പർ ഓഫ് ഫ്യൂ സെല്ലേഴ്സ് ആർ ദെയർ. സോ സെല്ലേഴ്സ് ഫ്യൂ ആകുമ്പം ഈച്ച് പ്രൊഡ്യൂസസ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട്. അപ്പോൾ എല്ലാവരും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ എഫക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവരാനും പറ്റും. സെക്കൻഡ് ഫീച്ചർ ഈസ് ഇന്റർഡിപ്പെൻഡൻസ്. Okay, interdependent, not independent, interdependent. That is, ഒലിഗോപ്പൊളി മാർക്കറ്റിൽ ഈ ഫ്യൂ ഫേംസ് ആയതുകൊണ്ട് തന്നെ interdependence in decision making of the few firms which comprise the ഇൻഡസ്ട്രി, അതൊരു യുണീക്ക് ഫീച്ചറാണ്. അതായത് ആ ഫ്യൂ ഫേംസ്, ഇൻഡസ്ട്രിയിലുള്ള ഫ്യൂ ഫേംസ് തമ്മിലൊരു ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡഡ് ആണ് ബേസ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോമ്പറ്റീറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ പ്രൈസ്, ഔട്ട്പുട്ട് ഇതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം വരുമ്പോൾ ഇത് എല്ലാവരെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവർ തമ്മിൽ ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർ വെക്കും. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഫേംസ് ദേ ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ എല്ലാവർക്കും നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ പോസിബിലിറ്റി ഉണ്ട്. സോ പോളിസി ഓഫ് എവറി പ്രൊഡ്യൂസർ അഫക്റ്റ് ഈച്ച് അതർ. കാരണം നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് ഒന്നെങ്കിൽ ഹോമോജീനിയസ് ആയിരിക്കും അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും പ്രോഡക്റ്റ് എല്ലാം. അപ്പോൾ അവിടെ ഈ പറയുന്ന ഇൻ്റർ ഡിപ്പെൻഡൻസും ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലെങ്കിൽ പലപ്പോഴും ഒരു ഫേമിൻ്റെ ഡിസിഷൻ മറ്റ് ഫേംസിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യത ഉണ്ട്. സോ ഒലിഗോപോളിസ്റ്റിക് ഫേം മസ്റ്റ് കൺസിഡർ നോട്ട് ഓൺലി മാർക്കറ്റ് ഡിമാൻഡ് ബട്ട് ഓൾസോ ദ റിയാക്ഷൻ ഓഫ് അതർ ഫേംസ്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റ് ഫേംസിൻ്റെ റിയാക്ഷൻ കൂടി കണക്കിലാക്കിയിട്ട് വേണം ഓരോ ഫേമും ഫങ്ഷൻ ചെയ്യാൻ. തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് സെല്ലിംഗ് കോസ്റ്റ്. സോ നമ്മൾ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ പഠിച്ചപ്പോൾ നമ്മൾ അവിടെ ഈ സെല്ലിംഗ് കോസ്റ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. സോ എ ഡയറക്റ്റ് എഫക്റ്റ് ഓഫ് ഇന്റർ ഡിപ്പെൻഡൻസ് ഈസ് ദാറ്റ് different firms have to employ very aggressive and defensive marketing weapons to gain greater share in market. അപ്പോൾ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു 5 പേര് തമ്മിലാണ് കോമ്പറ്റീഷൻ എങ്കിൽ 5 പേരും 5 പേരുടേതായ കാര്യങ്ങൾ, ഡിഫെൻസീവ് മാർക്കറ്റിംഗ് വെപ്പൺസ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇൻ ദ ഫോം ഓഫ് അഡ്വർടൈസിങ് ആകാം, അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ഓർ എനി ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് വിൽ ഇൻക്രീസ് ദ ഷെയർ ഓർ ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ദെയർ പ്രോഡക്റ്റ്. ഇപ്പോൾ ചെറിയ ഡിഫറൻസ് ഒക്കെ കാണുള്ളൂ, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും അവരുടെ പ്രോഡക്റ്റിന്റെ ഷെയർ മാക്സിമം ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. സോ ദർ ഈസ് വെരി ഗ്രേറ്റ് റോൾ ഓഫ് അഡ്വർടൈസിങ് ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ്.
അപ്പോൾ വേരിയസ് ഫേംസ് ഹാവ് ടു ഇൻകർ എ ഗുഡ് ഡീൽ ഓഫ് കോസ്റ്റ് ഓൺ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു നല്ല ശതമാനം കോസ്റ്റ് ആകുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് സെല്ലിംഗ് കോസ്റ്റ് ഇൻ കണ്ടീഷൻ ഓഫ് മാർക്കറ്റ് സിറ്റുവേഷൻ അണ്ടർ ഒലിഗോപ്പൊളി. അപ്പോൾ ഒലിഗോപ്പൊളിയിലും അഡ്വർടൈസിങ് അല്ലെങ്കിൽ സെല്ലിംഗ് കോസ്റ്റുകൾ അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് പ്രാധാന്യം ഉണ്ട്. ദെൻ അനദർ ഫീച്ചർ ഇസ് ഗ്രൂപ്പ് ബിഹേവിയർ. ഓക്കെ, സോ ഒരു ഒലിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിൽ ഫോർ ദ പ്രോപ്പർ സൊല്യൂഷൻ അനാലിസിസ് ഓഫ് ഗ്രൂപ്പ് ബിഹേവിയർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഗ്രൂപ്പ് ബിഹേവിയർ വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ അനാലിസിസ് ഓഫ് ഗ്രൂപ്പ് ബിഹേവിയർ വളരെ പ്രധാനപ്പെട്ടത് ആണ്. കാരണം വളരെ ഫ്യൂ ഫേംസ് ആണ് ഒലിഗോപ്പൊളി മാർക്കറ്റിലുള്ളത്. അപ്പോൾ ആ ഫ്യൂ ഫേംസ് ഉള്ള ഒരു ഗ്രൂപ്പായിരിക്കും ഒലിഗോപ്പൊളി മാർക്കറ്റിലുള്ളത്. ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഫ്യൂ ഫേംസ് തമ്മിൽ ഹൈലി ഇന്റർ ഡിപ്പെൻഡന്റും ആയിരിക്കും. സോ ദ റൈവൽറി ലീഡ്സ് ടു കോൺഫ്ലിക്ട്സ്. അപ്പൊ ഈ പറയുന്ന 5 പേര് തമ്മിൽ പിന്നെ അതിനകത്തൊരു റൈവൽറി അല്ലെങ്കിൽ ഒരു ശത്രുത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും മോട്ടീവ്സ് വിൽ ബി ഡിഫറെന്റ്, അല്ലെങ്കിൽ അവർ തമ്മിൽ കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള മോട്ടീവ്സ് ആയിരിക്കും വരുന്നത്. സോ അപ്പൊ എന്താണ്, when the desire to further their common interest arises, the group will have a tendency of collusion. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റിംഗ് മോട്ടീവ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ എല്ലാവർക്കും അവരുടേതായ ഇൻട്രസ്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ഫോർ എ കൊളൂസീവ് ഒലിഗോപ്പൊളി. അവർ തമ്മിലൊരു എഗ്രിമെന്റ് അല്ലെങ്കിൽ അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് പലപ്പോഴും വെക്കും. ഈ ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യും. അതൊരു ഗ്രൂപ്പ് ബിഹേവിയറിന്റെ ഭാഗമാണ്. സോ the desire of each firm to maximize profit may initiate antagonism and competitive spirit. അപ്പോൾ ഓരോ ഫേമിനും അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഷെയർ മാക്സിമം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദീസ് ഫേംസ് ഇവർ തമ്മിൽ ഒരു ഒരു മത്സരം അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്, ഒരു ആന്റഗോണിസം, ഒരു ശത്രുതയൊക്കെ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ബിക്കോസ് ഈച്ച് ഫേം ഹാവ് ടു increase their maximum profit. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് ആൻഡ് കൊളൂസീവ് ഒലിഗോപ്പൊളി മോഡൽ will prevail in the oligopolistic market, causing more of uncertainty and indeterminance. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു കൊളൂസീവ് മോഡലൊക്കെ ആണെങ്കിൽ അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പ്രോഫിറ്റബിൾ ആയിട്ട് അല്ലെ എല്ലാവർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ തീരുമാനിച്ചു പോകാം. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഇൻട്രസ്റ്റ് മാക്സിമൈസ് പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു അൺസർട്ടനിറ്റി സിറ്റുവേഷൻ ഒക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഒരു കോപ്പറേറ്റീവ് ആൻഡ് കൊളൂസീവ് ട്രെൻഡ് ആസ് വെൽ ആസ് കോമ്പറ്റേറ്റീവ് ട്രെൻഡ് വുഡ് പ്രിവെയിലിംഗ് ഒലിഗോപോളിസ്റ്റിക് മാർക്കറ്റ്. അപ്പോൾ രണ്ടും ഉണ്ട്, കോമ്പറ്റീഷനും ഉണ്ട്, കോപ്പറേഷനും ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ പലപ്പോഴും അൺസർട്ടനിറ്റിയും ഇൻഡിറ്റർമിനൻസും ഒക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഗ്രൂപ്പ് ബിഹേവിയർ ഈസ് അനദർ ഫീച്ചർ ഓഫ് ഒലിഗോപ്പൊളി മാർക്കറ്റ്. ദെൻ ഇൻഡിറ്റർമിനേറ്റ്നെസ് ഓഫ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് നമുക്ക് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് അണ്ടർ ഒലിഗോപ്പൊളി മാർക്കറ്റ് എക്സാക്ട് ബിഹേവിയർ ഓഫ് പ്രൊഡ്യൂസർ കനോട്ട് ബി അസർട്ടൻഡ്. നമുക്ക് ഉറപ്പാക്കാൻ പറ്റില്ല ഓരോ പ്രൊഡ്യൂസറും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഡിമാൻഡ് കർവ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. ദ ഫേം കനോട്ട് മേക്ക് ആൻ എസ്റ്റിമേറ്റ് ഓഫ് സെയിൽസ് ഓഫ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഇഫ് ഇറ്റ് വെർ ടു കട്ട് ദ പ്രൈസ് ബൈ എ സർട്ടൺ പെർസെൻറ്റേജ്. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പ്രൈസ് കുറയ്ക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ഔട്ട്പുട്ട് കുറയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഓരോ ഫേമിൻ്റെയും ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ആണ്. അതിൻ്റെ കാരണം തന്നെ ഓരോ ഫേംസും അവരവരുടേതായ രീതിയിൽ പ്രോഫിറ്റ് കൂട്ടാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ മറ്റൊരു ഫേമിന് ചെറിയൊരു വ്യത്യാസം വന്നാൽ ഇത് ഇന്റർ ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഫേമിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ അത് മറ്റേ ഫേമിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുത്ത ഫേം അതിനനുസരിച്ചുള്ള പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ ഡിമാൻഡ് കർവ് എപ്പോഴും ചേഞ്ചിങ് ആയിരിക്കും. നമുക്കതുകൊണ്ട് കൃത്യമായിട്ട് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. അനദർ ഫീച്ചർ ഈസ് പ്രൈസ് റിജിഡിറ്റി. ഇൻ ഒലിഗോപ്പൊളി മാർക്കറ്റ് ദർ ഇസ് ദ പോസിബിലിറ്റി ഓഫ് പ്രൈസ് റിജിഡിറ്റി. സോ ഈച്ച് ഫേം ഹാസ് ടു സ്റ്റിക്ക് ടു ഇറ്റ്സ് പ്രൈസ്. പ്രൈസ് റിജിഡ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ട്. If any firm tries to reduce the price, the rivals will retaliate by a higher reduction in price. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈസ് വാർ സിറ്റുവേഷനിലോട്ട് പോകും. ആർക്കും ഒരു ഗുണവുമില്ല. ഒരാൾ പ്രൈസ് കുറച്ചു, ABC 3 പേരാ ഉള്ളതെങ്കിൽ A എന്ന് പറയുന്ന ഫേം വില കുറച്ചു, അപ്പോൾ ആൾക്കാരെല്ലാം അങ്ങോട്ട് ചെല്ലുമെന്ന് പറയുന്നത് Bയും വില കുറയ്ക്കും, Cയും വില കുറയ്ക്കും.
എന്ത് എ കുറച്ചതിനേക്കാൾ ഇപ്പൊ നേരത്തെ 10 രൂപയ്ക്ക് വിറ്റ സാധനം എ പതുക്കെ 9 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങി. അത് കണ്ടിട്ട് ബിയും സിയും 8 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങും. അപ്പത്തേനും അങ്ങോട്ട് പോകും. അപ്പൊ എക്ക് പിന്നെ പിടിച്ച് നിൽക്കണമെങ്കിൽ അതിലും കുറവ് പൈസയ്ക്ക് വിൽക്കണം. ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റിനേക്കാൾ കൂടുതൽ റവന്യൂവിനേക്കാൾ കൂടുതൽ കോസ്റ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം ആർക്കും ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രൈസ് വാർ സിറ്റുവേഷൻ ഒരിക്കലും എന്താണ് ബെനഫിഷ്യൽ അല്ല. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ദ ഫേംസ് ഷുഡ് ട്രൈ ടു കീപ് ദ പ്രൈസ് റിജിഡ്. അപ്പം തിരിച്ചും നമ്മൾ ആലോചിച്ച് ഒരു ഫേം പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും? ഇപ്പൊ എ എന്ന് പറഞ്ഞ ഫേം 10 രൂപയ്ക്ക് പകരം 12 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങി. അപ്പോൾ ബിയും സിയും അനങ്ങാതിരിക്കും. കാരണം എന്താണ്? അവർക്കറിയാം എയുടെ വില കൂട്ടിയാൽ ആൾക്കാർ അവിടെ പോകാതെ നമ്മുടെ അടുത്തോട്ട് വരും. അപ്പം രണ്ട് രീതിയിൽ പ്രൈസ് ഒരാൾ ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും അയാൾക്ക് തന്നെ അത് ദോഷമായിട്ട് വരും. സോ പ്രൈസ് ഓൾവേസ് ടെൻഡ് ടു ബി സ്റ്റിക്കി ഓർ റിജിഡ് ഇൻ ഒലിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷൻ. സോ ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഒലിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷൻ. അതിൽ തന്നെ പ്രൈസ് റിജിഡിറ്റി, ഗ്രൂപ്പ് ബിഹേവിയർ, ഇന്റർഡിപെൻഡൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട മാർക്കറ്റ് ഫീച്ചേഴ്സ് ആണ് വിത്ത് റെസ്പെക്ട് ടു ഒലിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷൻ. താങ്ക് യു.